ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ മലപ്പുറത്ത് ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. സ്ത്രീകളിലെ സർവിക്കൽ ക്യാൻസറിനെതിരായി ജില്ലയിൽ ശനിയാഴ്ച മുതൽ ക്യാമ്പയിൻ ആരംഭിച്ചതായി DMO യോഗത്തിൽ അറിയിച്ചു. സ്ത്രീകളിലെ സർവിക്കൽ ക്യാൻസറിനെതിരായി HPV വാക്സിൻ ക്യാമ്പയിനാണ് ശനിയാഴ്ച മുതൽ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 14 വയസ്സ് പൂർത്തിയായതും എന്നാൽ 15 വയസ്സ് കവിയാത്തവരുമായ പെൺകുട്ടികൾക്ക് വാക്സിൻ നൽകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ജപ്പാൻ മസ്തിഷ്ക ജ്വരത്തിനെതിരായുള്ള വാക്സിനേഷൻ ക്യാമ്പയിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനായി പ്രത്യേക യോഗം ചേരുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 1 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വാക്സിനേഷൻ നൽകി വരുന്നത്. പല രക്ഷിതാക്കളും ഇതിന് സമ്മതപത്രം നൽകുന്നില്ലെന്നും DMO പറഞ്ഞു. മുൻഗണനാ റേഷൻ കാർഡുകൾ മുൻഗണനേതര കാർഡുകളാക്കി മാറ്റുമ്പോൾ അനർഹമായി വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ വില ഈടാക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ യോഗത്തിൽ പറഞ്ഞു. പൊന്നാനി താലൂക്ക്, ആലങ്കോട് വില്ലേജ് എന്നിവയുടെ ഉപയോഗശൂന്യമായ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകിയതായി ADM K ദേവകി പറഞ്ഞു. തിരൂർ KSEB ഓഫീസിന് മുൻവശത്തായുള്ള തകരാറിലായ ചാർജിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് തിരൂർ KSEB ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ വാർഷിക പദ്ധതി ചെലവ് 91.29% പുരോഗതി നേടിയതായും യോഗം വിലയിരുത്തി. ADM K ദേവകി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TV ഷാജു, MLAമാരായ കുർക്കോളി മൊയ്തീൻ, P ഉബൈദുള്ള, ET മുഹമ്മദ് ബഷീർ MP എന്നിവരുടെ പ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.